അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന ഒരു സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വൈജയും കൃഷ്ണമോളും വൈവിധ്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ചേർന്ന് ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തിയില്ലോട്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് രോഹിത് ഉണ്ട്, ഭവിത ഉണ്ടെന്നൊക്കെ വിചാരിച്ച് വന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഞാനിപ്പോൾ ഇവിടെ കാരണം നരകതുല്യമായിട്ട് ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീയൊക്കെ നിനക്കൊക്കെ എന്ത് കൈവശം തന്നിട്ടാടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഭവിത ചോദിക്കും, നിനക്കൊക്കെ എന്ത് കൈവശം തന്നിട്ടാടി നീയൊക്കെ എന്നോട് എതിർത്ത് നിൽക്കുന്നവരുമ്പോഴത്തേക്ക് പറയാം, എനിക്കാരും കൈവശം തന്നിട്ടില്ലെന്നല്ലമ്മേ, അമ്മ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. കാരണം കഴിഞ്ഞാൽ അലിന ചേച്ചി പാവം തന്നെയാണ്. അലിന ചേച്ചിയുടെ സന്തോഷവും കാര്യങ്ങൾ അനിൽ ചേച്ചി സന്തോഷിക്കുന്ന പോലെ തന്നെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രോഹിതേട്ടൻ വരെ ആ ചേച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം മാറി ആ ചേച്ചി അതിൽ നിന്ന് പുറത്ത്, അതായത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിയുടെ ആങ്ങളെയാണ് രോഹിത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ എല്ലാ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ പിടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തേനും. അതൊന്നും ഇല്ലാതെ ഞങ്ങളെ അത്ര രീതിയിൽ, അതായത് രോഹിതേട്ടനെയും ഞങ്ങളെയും ഈ കുടുംബത്തെയും അമ്മേനെ വരെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അലീന ചേച്ചി. അത് മനസ്സിലാക്കാതെയാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുക, ചേച്ചിനെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട, ഞങ്ങളത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങളവിടെ സ്നേഹിക്കുന്നതെന്ന് പറയുക. ഉടനെ കൃഷ്ണമോള് പറയാം, അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഭവിതേച്ചി, നമുക്ക് അങ്ങോട്ട് മാറിപ്പോൾ കൂടുതലായിട്ട് അവിടെ അല്ലിൻ ചേച്ചി അമ്മയുടെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വട്ടുപിടിക്കത്തുള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അച്ഛൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസമില്ല. അപ്പോൾ അച്ഛൻ്റെ മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചേച്ചിയായിട്ടല്ലേ വരത്തുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് അമ്മയോട് എത്ര പറഞ്ഞു ഞാൻ മനസ്സിലാകത്തില്ലെന്ന് പറയുമ്പോൾ, നിൻ്റെ അച്ഛൻ്റെ മകൾ കറിഞ്ഞ നിൻ്റെ അപ്പൻ അങ്ങനെ ഒരു മകളൊന്നും ഇല്ല, നിൻ്റെ അപ്പനൊരു മകളൊന്നും ഇല്ല, നിങ്ങൾ അത് ചുമ്മാ പറയുന്ന അതായതെന്നൊക്കെ പറയുക. ഉടനെ പെട്ടെന്ന് പറയും, ഇനിയിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് പോകും. ഉടനെ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഭവിത പറയാം, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഭവിതയും പോകുമ്പോഴത്തേക്ക് പറയാം, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലായിരുന്നല്ലോ, നീ നേരെ കഴിഞ്ഞ ദിവസം എല്ലാം ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഫോണിൽ കളിക്കായിരുന്നല്ലോ, പിന്നെന്ത് പറ്റി ഇപ്പം പഠിക്കാനുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അതിൻ്റെ കാര്യം നീ എന്നെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുവാണോടി ഭവിത എന്ന് പറഞ്ഞു. ഓ ഇല്ല, ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു, കഴിഞ്ഞ ദിവസം ക്ലാസ്സിനൊക്കെ പോയില്ലേ ഭവിത ചേച്ചി, അല്ലിന ചേച്ചി കാരണം കൊണ്ട് ഞാനിപ്പോൾ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയത്. അല്ലിന ചേച്ചി കാരണം കൊണ്ടാണ് കാരണം എനിക്ക് പോകാൻ പോലും പറ്റത്തില്ല, ഞാൻ മടി പിടിച്ചു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷേ ചേച്ചി എന്നെ കൊണ്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ധൈര്യം തന്നത്. കാരണം എനിക്കിപ്പം ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നുണ്ട്, കോളേജിലെല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന അലീന ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മറക്കാനൊന്നും. മാത്രമല്ല ഈ നമ്മുടെ രോഹിതേട്ടൻ ചോര ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു. ഇവിടെ ചോര ഛർദ്ദിച്ച് കിടക്കുന്ന ആ സാഹചര്യത്തിൽ രോഹിതേട്ടനെ രക്ഷപ്പെടുത്തിയതാരാ? രോഹിതേട്ടനെ രക്ഷപ്പെടുത്തിയത് കാരണം ചോര വാരിക്കോരി കളയാൻ. അമ്മ ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ചേട്ടന് പനിയായിട്ട് കിടന്ന് ചോര ഛർദ്ദിച്ച് കിടന്ന് ഈ സാഹചര്യത്തിലൊന്നും അമ്മ സഹായിക്കുന്ന സ്വന്തം മകനെ സംരക്ഷിക്കേണ്ട രീതിയിൽ അമ്മ എന്തെങ്കിലും ചെയ്തോ? അമ്മ വന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് കൂടെ പിടിവാശി, അച്ഛനോട് വാശി, ഞങ്ങളോട് വാശി, അലിന ചേച്ചിയോട് വാശി, എല്ലാവരും വാശി. അമ്മ പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണം. അമ്മ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കണം. അമ്മ എന്താ കരുതിയിരിക്കുന്നത്, അമ്മ പറയുന്നവർ ജീവിക്കണം എന്നാണോ? അമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കണം. ഞങ്ങൾക്കൊരു ധാഷ്ട്യവും അതുപോലെ അഹങ്കാരം മാത്രം ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഒരു സ്നേഹം ആരോടും തോന്നില്ല. അമ്മയ്ക്ക് ആരോടും സ്നേഹം തോന്നുന്നുണ്ട്, ഞങ്ങളൊന്ന് ഒരു ഉമ്മ വല്ലതും വെക്കുന്നുണ്ടോ, ഞങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഭവതി ചോദിക്കുന്നുണ്ട്. എടി നിനക്കൊക്കെ ഇതൊക്കെ ആരടി പറഞ്ഞു തന്നു, ഇത്ര വാക്കുകൾ ആരൊക്കെയാടി പറഞ്ഞു തന്ന, എന്തിനാടി ആ ഭവിത അലീന ഓരോന്ന് പറഞ്ഞ് നിന്നെ ഇല്ലാതാക്കി വെച്ചേക്കുവാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത്തിൻ്റെ അടുത്ത് പോവാണ്. ഉടനെ രോഹിത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര നാൾ ഭവിതയും കൃഷ്ണമോളും നിൻ്റെ അപ്പനും എല്ലാവരും എനിക്കെതിരെ നിൽക്കുന്നുണ്ട്, നീയും എനിക്കെതിരെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ ഞാൻ എതിരെ നിൽക്കുന്നതല്ല, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഞാൻ ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് അതായത് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ആ കോളനിയിൽ കയറി. കാരണം അതായത് ആ ഒരു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സാഹചര്യം നിന്നപ്പോൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ പുറത്തിറക്കിയത് അലീന ചേച്ചിയാണ്. മാത്രം ഇവിടെ വന്നിട്ട് ഞാൻ ആ ദേഷ്യമൊക്കെ കാണിച്ച് ഞാൻ അവിടെ എത്ര നാൾ അവിടെ പോയി കിടന്നതിൻ്റെ ദേഷ്യമൊക്കെ കാണിച്ച് അങ്ങനെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ചേച്ചി കൊണ്ടുവന്ന് ചോറൊക്കെ വലിച്ചെറിഞ്ഞ് അതുപോലെ രീതിയിൽ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു ചേച്ചിയാണെന്ന് പോലും ഞാൻ കണക്കാക്കാതെ, അതായത് ഞാൻ DNA ടെസ്റ്റ് നടത്തിയതിൽ ചേച്ചി എൻ്റെ പെങ്ങളാണെന്ന് തന്നെ തെളിയിക്കപ്പെട്ടു, എൻ്റെ അപ്പൻ്റെ മകളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയും DNA ടെസ്റ്റ് എടുത്ത് നോക്കിക്കോ. കാരണം ഞാൻ അത്ര രീതിയിൽ എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ചേച്ചി എന്നെ ഇത്ര സ്നേഹിക്കാൻ കാര്യം തന്നെ ഈ കുടുംബത്തോട് എല്ലാവരും ഉപദ്രവിച്ചിട്ടും നമ്മളെ എത്ര സ്നേഹിക്കാൻ കാര്യം എന്നാന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ആ ഡൗട്ടെല്ലാം ക്ലിയർ ആയത് ചേച്ചി എൻ്റെ പെങ്ങളാണോ ഇല്ലെന്ന് തന്നെ എനിക്ക് അറിയണമായിരുന്നു. കാര്യങ്ങളിൽ അലീന ചേച്ചി എൻ്റെ പെങ്ങൾ തന്നെയാണ് എന്നൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
ആ, ആ, നിന്റെ പെങ്ങള് പറയുമ്പോഴത്തേക്ക് ആരാണ് നിന്റെ പെങ്ങള്? അവള് ഞാൻ പ്രസവിച്ചൊന്നും അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പ്രസവിച്ചാണോ ഇല്ലെങ്കിൽ മാത്രമല്ല ഇവിടെ അച്ഛനുണ്ടല്ലോ, ഈ അച്ഛൻ്റെ മകളായിട്ട് അറിയപ്പെടുന്നത്, ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറയും അപ്പം നിന്റെ അപ്പൻ എന്നെ ചതിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് 23 വർഷം മുമ്പ് നടന്ന കേസല്ലേ, അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളെയും അമ്മേനെയൊക്കെ നല്ല രീതിയിലല്ല നോക്കിയത്. ആ ഒരു കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അച്ഛനൊരു പിഴവ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല സുന്ദരമായിട്ടൊരു പെങ്ങളെ അല്ലെങ്കിൽ ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കേണ്ട. ഞങ്ങൾക്ക് അലിനെ ചേച്ചിയെ അങ്ങനെ വെറുക്കാനും പറ്റത്തില്ല. മാത്രമല്ല ഞാൻ എത്ര ദിവസമായിട്ട് ഒരു മാസത്തോളം ജയിലിൽ കിടന്നപ്പോഴത്തേക്കും അടി ഇടി കൊണ്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്നപ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അലിനെ ചേച്ചിനെ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ നീയൊക്കെ നിൻ്റെ രീതി നിന്നോടാ. കാരണം നിൻ്റെ അപ്പൻ എന്നെ വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കഥ വെച്ച് അവളെ ഇപ്പം നീ പൊക്കി പിടിച്ചോണ്ട് ഇപ്പം ഇനി ആര് കണ്ട് അല്ല നിൻ്റെ അപ്പൻ്റെ മകളാണെന്നില്ല, അല്ല നിൻ്റെ അപ്പൻ്റെ വേറെ സെറ്റപ്പാണെന്ന് പറയാം. അമ്മ ആവശ്യമില്ലാതെ പറയാം. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ധാർഷ്ട്യ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗം മാത്രം ജയിച്ചത്. അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കണം. ഇത്ര ദിവസം ഞാനിവിടെ വന്നിട്ട് എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീയൊക്കെ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വായിച്ച് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പം കാലിന്ന് ഇടർന്ന പോലെ ആയപ്പോഴത്തേക്ക് അലിനെ കാണുന്നുണ്ട്. അലിനെ കയറി പിടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്നെ തൊട്ട് പോരുതെന്ന് വൈദ്യ പറയാണ്. എന്നെ തൊട്ട് പോരുത്, എന്നെ പിടിക്കണം, നീ ആരാടി എന്നെ പിടിക്കാൻ? നീയൊക്കെ പഴച്ചപ്പെട്ട സന്തതികളൊക്കെ എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ കയറുമെന്ന് എൻ്റെ മക്കളെയും എന്നെയും എല്ലാം പിരിച്ചു. എൻ്റെ ആങ്ങളമാർ എനിക്കെതിരെ, എൻ്റെ അമ്മ എനിക്കെതിരെ, എൻ്റെ മക്കൾ, എൻ്റെ കെട്ടിയവൻ എല്ലാം എനിക്കെതിരെ. നീ ഒറ്റയെടുത്ത് കാരണം കൊണ്ടായി ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മേലെ എൻ്റെ ദേഹത്ത് തൊട്ട് വരെ പഴച്ചവളെ എന്ന് പറഞ്ഞാൽ ആരാ പഴച്ചു? അരിനെ തിരിച്ചു വയ്ക്കുക. ആരാ പഠിച്ചോളൂ? ഞാനാണ് പഠിച്ചോളൂ. നിങ്ങളായിരിക്കും പഠിച്ചോളൂ. കാരണം പഴച്ചു പറ്റ സ്ത്രീക്ക് ഉണ്ടായതല്ലേ നീ എന്ന് ചോദിക്കുമ്പോഴത്തേ ഞാൻ പഠിച്ചു പറ്റുള്ള സ്ത്രീക്ക് ഉണ്ടായതാണ് നിങ്ങൾക്ക് എന്നെ തെളിവിരിക്കുന്നത്. എൻ്റെ അമ്മ ആരാന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മ ആരായെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ പഴച്ചു പറ്റ ഒരാൾ അത് വളർത്തിയത് വേറൊരു പഴച്ചു പറ്റുള്ളൂ പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രജിതാമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറഞ്ഞിട്ട് കയ്യിരിക്കുന്ന ഗ്ലാസ് വന്നപ്പം വെള്ളം എടുത്തുകൊണ്ട് വരുമായിരുന്നു. ആ സമയത്തായിരുന്നു വിജയെ കാണുന്നത്. ആ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. എറിഞ്ഞ് പൊട്ടിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ എൻ്റെ പ്രജിത്താമ്മനെ കുറിച്ച് ഞാൻ പ്രജിത്താമ്മയില്ലേ ഈ ലോകത്തിലുള്ള സർവ്വമാന ആൾക്കാരെയും കാരുണ്യത്തോടും സഹാനുഭൂതിയോടും സ്നേഹത്തോടും വളർത്തിയെടുത്ത് അവരൊരു കല്യാണം പോലും കഴിക്കാതെ നല്ല രീതിയിൽ ഞങ്ങളെല്ലാം പോറ്റി പുലർത്തി കൊണ്ട് വന്നതാണ്. ഞങ്ങളെയാണോ അല്ല ഞങ്ങളുടെ കുടുംബത്തെയാണോ നിങ്ങളിങ്ങനെ പറയുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഇനി മേലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വായിരിക്കുന്ന പോലെ നല്ലത് കേക്ക് മാത്രമല്ല ഞാൻ വേറെ വല്ലതും ചെയ്ത് പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യടി നിൻ്റെ തല്ലും കൂടെ കൊള്ളാൻ വേണ്ടി ഞാൻ ഇരിക്കുമല്ലേ, നിന്നെ ഞാൻ അടിച്ചിറക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി വാതിൽ തുറന്ന് വലിച്ചടച്ചിട്ട് അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൗണ്ടെല്ലാം കേട്ടുകൊണ്ട് ബാലചന്ദ്രനും കൃഷ്ണമോളും ഭവിതെല്ലാം ഓടി വരുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടുതന്നെ വൈജ വലിയ മൈൻഡോടൊന്നും ചെയ്യുന്നില്ല. വൈജ ദേഷ്യത്തോടെ പോകുന്നുണ്ട്. ഉടനെ അകത്തോട്ട് ചെന്നിട്ട് ചോദിക്കും എന്താ മോളെ എന്ന് പറഞ്ഞു, എന്താ മോളെ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ആവശ്യമില്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മേഡം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നീ അതൊന്നും കാര്യമാക്കണ്ട, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാത്തില്ല, ഞാൻ അവളെ വൈജനെ ഒന്ന് കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി ചെന്നിട്ട് വൈജി വിളിക്കും, അമ്മ ആവശ്യമില്ലാത്ത എന്തിനാ പറയുന്നത്, പ്രജിതാമ്മനെ കുറിച്ചും ചേച്ചിയുടെ അമ്മയെക്കുറിച്ചൊക്കെ എന്തിനാ പഠിച്ച സ്ത്രീകളാണെന്നൊക്കെ പറയുന്ന കാര്യം തന്നെ. അമ്മയെക്കുറിച്ചുള്ള ധാരണയൊന്നും ഇല്ല. അമ്മ മാത്രമാണ് ഈ ലോകത്തിൽ ഡീസൻ്റ് എന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴത്തെ അതേടി ഞാൻ തന്നെയാണ് ഡീസൻ്റ്, നിനക്കൊക്കെ എന്നാ കാര്യം ഇരിക്കുന്നത്, ഞാൻ പറയുന്നത് അമ്മ പറയരുത്. കാരണം അമ്മ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം തിരിച്ചെടുക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഉദ്ദേശിച്ചത് പറയുമ്പോഴത്തേക്ക് തൻ്റെ വൈജയുടെ മകൾ തന്നെയാണല്ലോ അലീന. അപ്പോൾ ഈ പറഞ്ഞ പിഴച്ച പറ്റവളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം അമ്മ തന്നെ, അതായത് വൈജ തന്നെ പിഴച്ച പറ്റവളെന്ന് തിരിച്ചറിയുന്ന കാലം വരും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ കൃഷ്ണമോൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ കുറത്തിനൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇനി നമ്മൾ വരാനിരിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.